إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന കറകളഞ്ഞ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനിന്റെ തൗഹീദിന്റെ നിറകുടങ്ങളായി കണ്ണടക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ സ്ഥലമില്ല എന്ന് കരുതിയിട്ടാണ് ബാക്കിലിരിക്കുന്നതെങ്കിൽ അത്തരം ആളുകൾക്ക് ഉള്ളിലേക്ക് വന്നാലാണ് കൂടുതൽ അതിൻ്റെ ഒരു പ്രതിഫലവും ആ ഒരു ഇരുത്തത്തിൻ്റെ ഭംഗി ഒക്കെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യം ശ്രദ്ധിച്ചാൽ വളരെ ഹൈറായിരിക്കും. രണ്ടാമത്തേത്, ഖതീബ് മിമ്പറിൽ കയറിയ പിന്നെ ഫോൺ എടുക്കുക, വീഡിയോ എടുക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അതൊരു ഇഷാറത്താണെങ്കിൽ പോലും, സൂചനകളാണെങ്കിൽ പോലും അതൊന്നും ചെയ്യാതെ ഖതീബിനെ പരിപൂർണമായി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അല്ല എങ്കിൽ അവൻ്റെ ആ ജുമുഅയെ അത് സാരമായി ബാധിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തെല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അവർക്കറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കൊടുത്തു. അതെങ്ങനെയായിരുന്നു? യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബ്. എൻ്റെ ഉമ്മത്തിൽ നിന്നും, എൻ്റെ സമുദായത്തിൽ നിന്നും 70,000 ആളുകൾ ഒരു വിചാരണയും കൂടാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും. സഹാബത്ത് ചോദിച്ചു, വമൻഹും യാ റസൂലല്ലാഹ്, നേരിട്ട് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരോ, അതാരാണ് റസൂലേ എന്ന് വളരെ ആകാംക്ഷയോടെ അവർ ചോദിക്കുകയുണ്ടായി. കാരണം അടിസ്ഥാനപരമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിചാരണ അവൻക്കുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 70,000 ആളുകൾക്ക് ആ വിചാരണ ഇല്ലാതെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സ്വർഗപ്രവേശനം സാധ്യമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആരാണ് റസൂല് എന്നതാണ് സ്വഹാബത്തിന് അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹുമുൽ ലദീന ലാ യതതയ്യറൂൻ. അവരുടെ ചില വിശേഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഇന്ന വ്യക്തികളാണെന്ന് ഓരോരുത്തരെയും ഇങ്ങനെ പ്രത്യേകം പറയുകയല്ല ചെയ്തത്. അവർ അല്ലദീന ലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്ത ആളുകളാണ്, അതിൽ വിശ്വസിക്കാത്ത ആളുകളാണ് എന്നാണ് ഒന്നാമതായി പറഞ്ഞത്. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട കാര്യമാണ്. താൻ നടക്കുന്ന സന്ദർഭത്തിൽ റോട്ടിലൂടെ ഒരു പൂച്ച വഴി മുറിച്ച് കടന്നാൽ അത് ഒരു അപകട സാധ്യതയാണ് എന്നുള്ള ഒരു വിശ്വാസം. ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ധാരാളമായി ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അവർ പക്ഷിയെ പിടിച്ച് പറപ്പിക്കുകയും ആ പക്ഷി ഏത് ഭാഗത്തേക്കാണോ പറന്നു പോകുന്നത് ആ ഭാഗത്താണ് ഖൈറുള്ളത് എന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അന്ധമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കാണ് അതിനെയാണ് ശകുനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ശകുനം നോക്കുക, അതിൽ വിശ്വസിക്കുക, ഈ സ്വഭാവം ഇല്ലാത്ത ആളുകളാണ് എന്നാണ് ഒന്നാമതായി ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ വിശേഷണമായി പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് വലാ യസ്തർഖൂൻ. അവർ ഇസ്ലാമിക മന്ത്രമായ റുഖ്യ ശർഇയ്യ നടത്താൻ വേണ്ടി, തങ്ങൾക്കത് നടത്തിത്തരാൻ വേണ്ടി, ചെയ്തു തരാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് ആവശ്യപ്പെടാത്ത ആളുകളാണ് എന്നാണ്. റുഖ്യ ശർഇയ്യ എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച, നമുക്ക് ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന ധാരാളം ഇസ്ലാമിക മന്ത്രങ്ങളാണ്. അത് ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമാണ്. എന്നാൽ രോഗം ബാധിച്ച ഒരു മനുഷ്യൻ തനിക്ക് വേണ്ടി നിങ്ങളൊന്ന് മന്ത്രിച്ച് തരൂ, പ്രാർത്ഥിച്ച് തരൂ എന്നൊക്കെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്, ചോദിച്ച് ആവശ്യപ്പെട്ട് അത് സ്വീകരിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ് എന്നതാണ്. കാരണം അവൻ ആ രൂപത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾ മന്ത്രിച്ചു തരൂ എന്ന് ചോദിക്കുന്നതിലൂടെ അവന്റെ തവക്കുലിൽ, അള്ളാഹുമായിട്ടുള്ള ആ ശരിയായ ഈമാനിലൊരു പോരായ്മയാണ് സംഭവിക്കുന്നത്. അള്ളാഹുവിനോട് അവനക്ക് നേരിട്ട് മന്ത്രിച്ച് സ്വന്തമായി അവരവർ മന്ത്രിച്ചൂതുന്നതാണ്, ആ രീതിയിൽ മന്ത്രങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും അഫ്ളലായി പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ഹറാമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരറിവില്ലാത്ത അയാൾക്ക് ഓതാനോ മന്ത്രിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അറിയില്ല, ഒരു ജാഹിലായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് അറിയുന്ന ആളുകളോട് പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി മന്ത്രിച്ചു തരൂ, അത് ഹറാമല്ല. പക്ഷേ അത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ആദ്യത്തേത് ഹറാമാണ്, ശകുനം നോക്കുന്നത് ഹറാമാണ്. രണ്ടാമത്തേത് കറാഹത്തായ കാര്യമാണ്. എങ്കിൽ പോലും അത് തീരെ ചെയ്യാത്ത ആളുകളാണ്. അത് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചുകൊണ്ട് സ്വന്തമായി മന്ത്രം നടത്തുന്ന, മറ്റുള്ളവരോട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്തവരാണ് എന്നാണ് രണ്ടാമത്തെ അവരുടെ വിശേഷണമായി പറഞ്ഞത്. മൂന്നാമതായും പറഞ്ഞത് വലയക്തഊൻ എന്നാണ്. അഥവാ തീ കൊണ്ടുള്ള ഒരു തരം ചികിത്സയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് അത് കണ്ടിരുന്നു എന്നുള്ളതാണ്. ചെയ്തു പോന്നിരുന്ന ഒരു തീ കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ചികിത്സാ രൂപമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും ചെയ്യാത്ത ആളുകളാണ്. പിന്നെ പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം
അള്ളാഹുവിൽ പരിപൂർണമായും ഭരമേൽപ്പിക്കുന്ന ആളുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ശക്തമായ തൗഹീദിന്റെ നിറകുടങ്ങളായ ആളുകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളാണ് അവർ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നും ഉക്കാശ ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അമിൻഹും അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ അവരിൽ പെട്ടവനാണോ? മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അല്ലാഹുവിന്റെ റസൂലേ ആ 70,000 ആളുകളിൽ ഉൾപ്പെടാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽഹു മിൻഹും, അല്ലാഹുവേ അദ്ദേഹത്തെ ഉക്കാശയെ നീ അവരിൽ പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ റിപ്പോർട്ടിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അങ്ങനെ രണ്ടാമത്തെ ഒരാൾ വീണ്ടും എഴുന്നേറ്റു. ഇദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചത് കണ്ടപ്പോൾ വേറൊരു വ്യക്തി വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടാൻ, എനിക്ക് വേണ്ടിയും ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഇല്ല, ആ വിഷയത്തിൽ ഉക്കാശ താങ്കളെ മറികടന്നിരിക്കുന്നു, മുൻകടന്നിരിക്കുന്നു, ആ ഒരു അവസരം ഉക്കാശ കൊണ്ടുപോയി എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ്. അങ്ങനെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു ചരിത്ര സംഭവം ഞാൻ ആമുഖമായി സൂചിപ്പിക്കാനുള്ള കാരണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബുദ്ധിയും വിവരവും ബോധവും കൃത്യമായ ലക്ഷ്യമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള വ്യത്യസ്തമായ സുവർണ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കിട്ടുകൊടുക്കും. ആ തന്റെ മുമ്പിൽ വന്നു കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ സ്വഹാബികളിൽ നമുക്ക് മാതൃകയുണ്ട്. ഉക്കാശ റളിയല്ലാഹു അൻഹുവിലും അതിനുശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ആ കാര്യം ആവശ്യപ്പെട്ട സ്വഹാബിയിലെല്ലാം നമുക്ക് മഹിതമായ മാതൃകയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ നമുക്ക് വന്നു കിട്ടുന്ന വളരെ സുപ്രധാനമായ 5 അവസ്ഥകളെ, അത് 5 അവസരങ്ങളാണ്, അത് ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, നിങ്ങൾക്ക് 5 കാര്യം വന്നു കിട്ടുന്നതിന് മുമ്പ്, 5 കാര്യം വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അതിൽ ഒന്നാമതായി പറഞ്ഞത് യുവാക്കളോടാണ് പറഞ്ഞത്, ശബാബക ഖബ്ല ഹറമിക, നിനക്ക് നിന്റെ ഓജസ്സും ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ട്, നിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ശരീരത്തിന്റെ ആ ശക്തി നഷ്ടപ്പെട്ട്, നിന്റെ തലമുടികളെല്ലാം നരച്ചുപോയി, നീ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പായിക്കൊണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പരസഹായം നിർബന്ധമായി വരുന്ന ആ വാർദ്ധക്യത്തിൽ നീ എത്തുന്നതിന് മുമ്പ് നിനക്ക് അല്ലാഹു നൽകിയ ചോരത്തുടിപ്പുള്ള, എന്തിനും എല്ലാത്തിനും നല്ല സാമർഥ്യമുള്ള, കഴിവുള്ള ആ നിന്റെ യൗവനത്തെ, യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി പറഞ്ഞത് വസിഹ്ഹതക ഖബ്ല സഖമിക എന്നാണ്. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്, ആ രോഗത്തിലൂടെ നിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട്, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട്, വളരെ പ്രയാസകരമായ രോഗാതുരമായ സാഹചര്യത്തിലൂടെ നീ കഴിഞ്ഞു പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നിനക്ക് റബ്ബ് നൽകിയ നല്ല ആരോഗ്യം, ആ ആരോഗ്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി നീ ചെലവഴിക്കണേ എന്നാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി പറഞ്ഞു വഗിനാഅക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിനക്ക് അല്ലാഹു നൽകിയ ഐശ്വര്യത്തെ, നിന്റെ സമ്പത്തിനെ നീ ഉപയോഗപ്പെടുത്തിക്കോ. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് ജീവിത തിരക്കുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നതിന് മുമ്പായി നിനക്ക് അല്ലാഹു നൽകിയ നിരവധി അനവധി ഒഴിവ് സമയങ്ങൾ ഉണ്ടാകും. വെറുതെ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന കുറെ സമയങ്ങൾ നമുക്കുണ്ടാകും. ദുനിയാവിന് വേണ്ടിയിട്ടോ പരലോകത്തിന് വേണ്ടിയിട്ടോ ഒരു ഉപകരിക്കുന്ന കാര്യവും ചെയ്യാതെ വെറുതെ തള്ളി നീക്കുന്ന ധാരാളം സമയങ്ങൾ. ആ നിന്റെ ഒഴിവ് സമയത്തെ നീ കണ്ടറിഞ്ഞുകൊണ്ട് നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലെങ്കിൽ നിനക്ക് വീണ്ടും പിന്നീട് ഒരു തിരക്ക് വരും. ആ തിരക്ക് വന്നാൽ പിന്നെ നിനക്കത് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. കിട്ടുന്ന ഒഴിവ് സമയത്തെ
നല്ല രൂപത്തിൽ ചെലവഴിച്ചു. അഞ്ചാമതായി മൊത്തത്തിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക, നിനക്ക് മരണം വരുന്നതിന് മുമ്പ്, നീ ഈ ദുനിയാവിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതിന് മുമ്പ്, സ്വന്തം പേര് പോലും മാഞ്ഞ് മയ്യിത്തായിക്കൊണ്ട് നിന്റെ കർമ്മങ്ങൾ മാത്രം ഉപകരിക്കുന്ന ലോകത്തേക്ക് നീ പോകുന്നതിന്റെ മുമ്പായി നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. റമദാൻ ജീവിതത്തിൽ വന്നു കിട്ടുക എന്നുള്ളത് അതൊരു നിസ്സാരമായ കാര്യമല്ല. ഒരു മുസ്ലിമിന് ജീവിതത്തിൽ ഒരു റമദാൻ വന്നു കിട്ടുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അവസരങ്ങളിൽ ഏറ്റവും മഹത്തരമായ, പകരം വെക്കാനാവാത്ത അവസരമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഒരു പണ്ഡിതൻ പറയുന്നത് കാണാം. ഇബ്രാഹിം അൻ-നഖഈ എന്ന് പറയുന്ന പണ്ഡിതൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അദ്ദേഹം റമദാനിന്റെ പോരിശയെ വിശദീകരിക്കുകയാണ്. സൗമു യൗമിൻ മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസത്തെ നോമ്പ് അത് അഫ്ളലു മിൻ അൽഫി യൗം, റമദാൻ അല്ലാത്ത മറ്റുള്ള സമയങ്ങളിൽ ഒരാള് നിർവഹിക്കുന്ന 1000 നോമ്പിനേക്കാളും മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് എന്നാണ്. വതസ്ബീഹത്തുൻ ഫീഹി അഫ്ളലു മിൻ അൽഫി തസ്ബീഹ, റമദാൻ മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു തസ്ബീഹ് മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന 1000 തസ്ബീഹിനേക്കാളും ശ്രേഷ്ഠകരമാണ്. വറകഅത്തുൻ ഫീഹി അഫ്ളലു മിൻ അൽഫി റകഅ, റമദാനിലെ ഒരു റകഅത്ത്, നമ്മൾ ഒരു റകഅത്ത് നിസ്കരിച്ചാൽ അത് മറ്റുള്ള സമയങ്ങളിലുള്ള 1000 റകഅത്തിനേക്കാളും മഹത്തരമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും വലിയ സുവർണ അവസരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല റമദാനിനെ നമ്മളിലേക്ക് പറഞ്ഞയച്ചത് എന്ന തിരിച്ചറിവ് സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്കുണ്ടാവണം. അതാണ് ഒന്നാമതായി ഈ ഒരു അവസരത്തിൽ എനിക്ക് ഗൗരവത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ സ്ഥാപനത്തിലേക്കോ ഒരു അതിഥി വന്നാൽ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടിയും എത്ര ശ്രദ്ധാപൂർവം ആ അതിഥിയെ നമ്മൾ സൽക്കരിക്കും. പ്രത്യേകിച്ചും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്, നാട്ടിലും ആ കുടുംബത്തിലും ആ രൂപത്തിൽ ആളുകൾക്കിടയിൽ വലിയ അറിയപ്പെട്ട സ്ഥാനമാനമുള്ള ഒരു വ്യക്തിയാണ് അതിഥിയായിട്ട് കടന്നു വരുന്നതെങ്കിൽ എത്ര താല്പര്യത്തോടു കൂടി നമ്മൾ അതിഥിയെ സ്വീകരിക്കും. യാതൊരു കുറവ് വരാതെ, ആ അതിഥിക്ക് യാതൊരു അർത്ഥത്തിലുള്ള പ്രയാസങ്ങളില്ലാതെ, പരാതികളില്ലാതെ നല്ല രീതിയിൽ നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണ പാനീയങ്ങൾ നൽകിക്കൊണ്ട് ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കുകയും ആ അതിഥിയെ യാത്രയാക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. കാരണം അതിഥി സൽക്കാരം എന്നുള്ളത് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ്. അപ്പൊ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ് എന്നർത്ഥം. റമദാൻ എന്നുള്ളത് നമുക്ക് വന്നു കിട്ടിയ ഏറ്റവും വലിയ VIP ഗസ്റ്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു നിസ്സാരമായി കളയേണ്ട ഒരു ഗസ്റ്റ് അല്ല എന്നതാണ്. അതുകൊണ്ട് ആ റമദാൻ എന്ന അതിഥിയെ ഏറ്റവും നല്ല രീതിയിൽ സഹോദരന്മാരെ ഞാനും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എത്ര റമദാൻ ലഭിച്ചു? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഒരുപാട് റമദാൻ ലഭിച്ചല്ലോ. ഈ എൻ്റെ കഴിഞ്ഞ റമദാനുകളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? ഈ റമദാനിൽ ഞാൻ നിലവിൽ എങ്ങനെയാണുള്ളത്? ഇനി എങ്ങനെയാവണം? ഈ റമദാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കൃത്യമായ ഒരു ചിന്തയും ആ രൂപത്തിലുള്ള ഒരു ആത്മപരിശോധനയുമാണ് വളരെ പ്രധാനമായി നമുക്ക് ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സസൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് ഒരു ആത്മവിചാരണ ചെയ്യാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഇത്ര എനിക്ക് ലഭിച്ച റമദാനിൽ ഞാൻ എന്തു ചെയ്തു? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് പറയും, കാര്യമായിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ല.
നീ വിശുദ്ധ ഖുർആൻ ഒരു തവണ ഖത്തം തീർക്കാത്ത റമദാനുകളാണ് നിന്റെ ജീവിതത്തിൽ അധികവും കൊഴിഞ്ഞു പോയത് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ റമദാനിന്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ഇന്നൊരു തീരുമാനം എടുക്കുക. അതെന്താണ്? അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ റമദാനിലെങ്കിലും എനിക്കിത് മുഴുവനായി കിട്ടിയാൽ, അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് തൗഫീഖ് പ്രദാനം ചെയ്താൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു ഖത്തമെങ്കിലും ഞാൻ പൂർത്തിയാക്കും എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകണം. മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച്, സലഫുകളെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇമാം ഷാഫി റഹിമഹുള്ളയെ കുറിച്ചൊക്കെ പറയുന്നത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്ങനെ കണക്കൂട്ടിയാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അദ്ദേഹം 60 ഖത്തം തീർത്തു എന്നാണ് പറയുന്നത്. ഒരു റമദാനിൽ 60 തവണ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും നിസ്കാരം കൂടാതെ, നിസ്കാരത്തിൽ ഓതിയത് വേറെ, അദ്ദേഹം പാരായണം ചെയ്ത് ഖത്തം തീർത്തു എന്നാണ് പറയുന്നത്. അത് അവർക്ക് ലഭിച്ച വലിയ ബറക്കത്താണ്. അവരുടെ സമയത്തിലുള്ള അള്ളാഹു നൽകിയ ആ ഒരു അനുഗ്രഹമാണ്. നമ്മൾ എത്ര ഓതി? കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റമദാനിൽ ആദ്യത്തെ ഒരാഴ്ച നല്ല ആവേശത്തിൽ കുറച്ചൊക്കെ ജ്യൂസ് ഇങ്ങനെ ഓതിയിട്ടുണ്ടാവും, എല്ലാവരും ഓതുന്നത് കണ്ടിട്ട്. പിന്നെയോ 10 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് താല്പര്യം കുറഞ്ഞു. പിന്നെ തിരക്കായി, വേറെ ഷോപ്പിലും മറ്റുമൊക്കെ പോയി ഇങ്ങനെ സമയം കളയാലായി. അപ്പൊ നമുക്ക് തന്നെ പിന്നെ തോന്നി, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, ഇനി ഏതായാലും ഉള്ള ദിവസങ്ങൾ വെച്ചിട്ട് ഖത്തം തീർക്കലും നടക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് ഖുർആനെ വെക്കുന്ന ഈ ഒരു അവസ്ഥയായിരിക്കും നമ്മിൽ അധികം ആളുകൾക്കും കഴിഞ്ഞ റമദാനിലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാനിലെങ്കിലും നമ്മൾ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താ അറിയോ? ഇൻഷാ അല്ലാഹ് ഇതുവരെയുള്ള റമദാനിലേക്കാളും ഈ റമദാനിനെ ഞാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കും എന്നൊരു തീരുമാനം എടുത്താൽ എന്തേ നമുക്ക് പ്രശ്നം? അതിൽ ഒന്നാമത്തെ തീരുമാനം ഖുർആനിൻ്റെതാവട്ടെ. ഖുർആൻ ഒരു ഖത്തമെങ്കിലും ഞാൻ ഓതി തീർക്കും എന്ന് നമ്മൾ കുറച്ച് തീരുമാനമെടുക്കുക. വളരെ പ്ലാനിങ്ങോടുകൂടി. നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും നല്ല പ്ലാൻ ഉണ്ടല്ലോ നമുക്ക്. ഓരോ ദിവസത്തിലും എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യതയുണ്ട്. ഖുർആനിന്റെ വിഷയത്തിൽ ഈ ഒരു പ്ലാനിങ് വേണം. ഏറ്റവും ചുരുങ്ങിയത് ഓരോ ദിവസം എന്ത് ചെയ്യുക, ഓരോ ജുസ് വെച്ചിട്ട് പാരായണം ചെയ്താൽ അത് പൂർത്തിയാവും. അല്ലെങ്കിൽ ദിവസങ്ങൾ ഇനി ബാക്കിയുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ നീക്കി വെച്ചാൽ അത് അവിടെ കിടക്കും. പിന്നെ അത് നമ്മളെ കൊണ്ട് കഴിയില്ല. ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും എന്ന ഒരു ദൃഢമായ നിശ്ചയത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. കഴിഞ്ഞ എല്ലാ റമദാനിനേക്കാളും ഈ റമദാനിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. വലിയ പ്രയാസമൊന്നുമില്ല. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. വളരെ കൃത്യതയോടുകൂടി അതിനെ തുടർത്തി പോയാൽ മതി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനിന്റെ കാര്യമാണ്. ഖുർആൻ പാരായണം നമ്മൾ ആ രൂപത്തിൽ നല്ല പോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റമദാൻ ഖുർആനിന്റെ മാസമാണ്. അതിന്റെ വിശദമായ കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ സഹോദരന്മാരെ ഈ റമദാനിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതല്ലാതെ ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിൽ വിഭജിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേദഗ്രന്ഥത്തെ നാം അവർക്ക് നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ 3 വിഭാഗം ആളുകളാണ് എന്നാണ്. അതിൽ ഒന്ന് പറഞ്ഞത് ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനോട് അന്യായം പ്രവർത്തിച്ച ആളുകൾ എന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, അവർ അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനകളൊന്നും ചെയ്യൂല, സുന്നത്തുകളും ചെയ്യൂല, ദീനിനെ കുറിച്ചിട്ട് ഒരു ബോധമില്ലാണ്ട് ഏത് റമദാന് വന്നാലും അവർക്ക് കണക്കന്നെ, അവർക്കതൊരു വിഷയമേ അല്ല. എത്ര സുവർണ അവസരങ്ങൾ വന്നു കിട്ടിയാലും അവർ നിലവിലുള്ള അതേ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്ന, ഒരു മാറ്റമോ ഒരു അനക്കമോ ഒരു കുലുക്കമോ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ആളുകൾ. അതാണ് ഒന്നാമതായും അള്ളാഹു പറഞ്ഞ വിഭാഗം, ളാലിമുൻ ലിനഫ്സിഹി. അവൻ ചെയ്യുന്നത് ആരോടാണ്? അള്ളാഹുവിനോട്, അവനോട് തന്നെ ചെയ്യുന്ന അന്യായമാണ് എന്നാണ്. സ്വന്തത്തോട് അന്യായം ചെയ്യുന്ന ആളുകൾ. അതാണ് ഒന്നാമത്തെ ഒരു വിഭാഗമായി പറഞ്ഞത്. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻഹും മുഖ്തസിദ്, അവരിൽ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ. അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അവർ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും, 5 വഖത്ത് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കും, അങ്ങനെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, സക്കാത്ത് കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷേ സുന്നത്തായ അമിതമായി കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച കാര്യങ്ങളൊന്നും വല്ലാണ്ട് അവർ ചെയ്യൂല. അതാണ് രണ്ടാമത്തെ വിഭാഗം. അത്യാവശ്യത്തിനുള്ളത് മാത്രം അവർ നിർവഹിക്കും. മൂന്നാമത്തെ വിഭാഗം വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി, അല്ലാഹുവിന്റെ ആ മഹത്തായ തൗഫീഖ് ലഭിച്ചതിന്റെ ഫലമായി അവർ നന്മകൾ ഇങ്ങനെ കിടമത്സരം നടത്തുന്ന മുന്നേറുന്ന ആളുകളാണ് എന്നാണ്. അവർ മത്സരിച്ച് നന്മകൾ, എല്ലാ നന്മകളും നേടിയെടുക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്ന ഭാഗ്യവന്മാരായ ആളുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. മൂന്നാമതായി പറഞ്ഞ വിഭാഗം ആളുകൾക്ക് കിട്ടുന്ന അതാണ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ മൂന്നിലേത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ ഇതിലേതിലാണ് പെട്ടുപോവാ? ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിലാണ്. റമളാൻ വന്നു കിട്ടിയിട്ട് പോലും, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു ബോധമില്ലാണ്ട്, ഒരു തിരിച്ചറിവില്ലാതെ, ഒരു മാറ്റത്തിനും തയ്യാറാവാതെ ഇങ്ങനെ ആ പഴയ അതേ ജീവിതത്തിലാണ്, അജ്ഞമായ അന്ധമായ ഒരർത്ഥത്തിലുള്ള, ഒരു കഥയില്ലാത്ത രൂപത്തിലുള്ള ജീവിതത്തിലാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്നത്. ഇപ്പോഴും നിസ്കരിക്കുന്നില്ല, ഖുർആൻ എടുത്ത് നോക്കാൻ സമയമായിട്ടില്ല, ക്ലാസ്സുകൾ കേൾക്കുന്നില്ല, ഒന്നിനും താല്പര്യമില്ല, എന്തൊക്കെയോ ഇങ്ങനെ ആരൊക്കെയോ നോമ്പെടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനും നോമ്പെടുക്കുക എന്നൊരു മട്ടത്തിൽ ഇങ്ങനെ പോകുന്ന ആളുകൾ, ഇതിലാണോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. അതല്ല രണ്ടാമതായി പറഞ്ഞ റമളാൻ വന്നപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായി. 5 വഖത്ത് പള്ളിയിലൊക്കെ വരാൻ തയ്യാറായി, പക്ഷെ വേറെ കൂടുതലായിട്ട് ഒരു കർമ്മവും ചെയ്യുന്നില്ല, സുന്നത്തുകളായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതാണോ? അതല്ല മൂന്നാമതായി പറഞ്ഞ റമളാൻ വന്നതോടുകൂടി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു, ഒരുപാട് മുമ്പില്ലാത്ത ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ വന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കിട്ടുന്ന അവസരങ്ങളെ നന്മകൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാക്കി മാറ്റുന്ന ആളുകളാണോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കാം. കഴിവിന്റെ പരമാവധി സഹോദരന്മാരെ, സഹോദരിമാരെ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെട്ടു പോകാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മൾ അനുഗ്രഹിക്കുകയും നമുക്ക് ഈ റമളാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കൃത്യതയോടുകൂടി, ആ ഒരു തിരിച്ചറിവോടുകൂടി ഈ റമളാനിന്റെ ഇനിയുള്ള നാളുകളെയെങ്കിലും കഴിച്ചു കൂട്ടാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാനിൽ നമ്മിൽ അധികം ആളുകളും അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നുണ്ട് എന്ന രംഗങ്ങളാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അത്തരം ആളുകൾക്കത് നിലനിർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ രൂപത്തിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, ഖുർആനിന്റെ വിഷയം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന, നമുക്ക് ഇഹത്തിലും പരത്തിലും ഒരുപാട് ഖൈറാത്തുകൾ ലഭിക്കുന്ന, നമ്മിൽ വന്നുപോയ പല അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ കാരണമാകുന്ന, അള്ളാഹുവിന്റെ അടുക്കലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിപ്പെടാൻ സാധ്യമായി തീരുന്ന പുണ്യകർമ്മമാണ് സ്വദഖ എന്ന് പറയുന്നത്, ദാനധർമ്മം എന്നുള്ളത്. ദാനധർമ്മത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞത് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. വളരെ മനോഹരമായിട്ട് അള്ളാഹു വിശദീകരിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം എങ്ങനെയാണ്? കമസലി ഹബ്ബ, ഒരു ധാന്യമണിയെ പോലെയാണെന്നാണ്. എന്നിട്ട് പറഞ്ഞു, ആ ഓരോ ധാന്യമണിയും 7 കതിരുകൾ മുളപ്പിക്കുന്നു, അതിൽ ഓരോന്നിലും 100 ധാന്യമണി. ഇങ്ങനെ വളരെയധികം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സദഖ നൽകുന്ന ആളുകളെ അത് ഏറ്റെടുത്ത് ആ സദഖയെ, അതിന്റെ ഫലമായി അള്ളാഹു അവർക്ക് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി കൊടുക്കുമെന്നാണ്, അതിനെ പരിപോഷിച്ചു കൊണ്ടുവരുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, കമാ യുറബ്ബി അഹദുകും ഫലുവഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ. നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ ഇങ്ങനെ വളർത്തി 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 കൊണ്ടുവരുന്നത് പോലെ
നിങ്ങളൊരു കാരക്കയുടെ അത്രയാണ് സദക്ക ചെയ്തതെങ്കിൽ പോലും, നല്ല നിയത്തോടു കൂടി ചെയ്തതാണെങ്കിൽ അള്ളാഹു അതിനെ ഇങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സദക്കയുടെ വിഷയത്തിൽ നല്ല ഒരു താല്പര്യം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. സദക്കയുടെ വിഷയം പറയുമ്പോൾ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ, പൈസക്കാരായ അത്യാവശ്യം പൈസ ഉള്ള ആളുകൾ മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു തോന്നൽ ഉണ്ട് എന്നാണ് പലപ്പോഴും മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് സ്വഹാബത്ത് പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും അധികം ദാനധർമ്മം നിർവഹിച്ച വ്യക്തിയായിരുന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. അതിൽ തന്നെ ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചിരുന്നത് റമളാൻ മാസത്തിലാണ്. റമളാനിന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടും. ആ ഒരു അവസരത്തിലാണ്, റമളാനിന്റെ സുന്ദരമായ ദിനങ്ങളിലാണ് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നിർവഹിച്ചിരുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അർരീഹൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ അത്രയും വേഗതയിൽ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമായിരുന്നു എന്നാണ്. അള്ളാഹിന്റെ റസൂൽ ആരാണ് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താണ്? ഭൗതിക സുഖലോലുപതയുടെ ആരാമങ്ങളിൽ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി കൊട്ടാരങ്ങളിലും അളിമാളികളിലും ഒക്കെ കിടന്നുറങ്ങിയ ആനന്ദം കണ്ട നേതാവാണോ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിടക്കാനുള്ള നല്ല ഒരു വിരിപ്പ് പോലും ഇല്ലാതെ, ഒരു മെത്ത പോലും ഇല്ലാതെ, ഈത്തപ്പന ഓലയിൽ കിടന്നതിന്റെ പാടുകൾ തന്റെ മുതുകിൽ കണ്ട് കരഞ്ഞ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂൽ എന്തിനിത്ര പ്രയാസം? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, ഞങ്ങളുടെ പ്രവാചകനല്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട വ്യക്തിയല്ലേ, എന്നിട്ട് ഇത്രയും കഷ്ടപ്പാട് ആവശ്യമുണ്ടോ? അള്ളാഹിനോട് ചോദിച്ചുകൂടെ ഭൗതിക സുഖങ്ങൾ അധികരിച്ച് കിട്ടാൻ എന്നൊക്കെ പറയുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പ് പുകയാത്ത ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോകുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? മിസ്കീനായ, വളരെയധികം പ്രയാസത്താൽ താണ്ഡവമാടുന്ന ജീവിതം നയിച്ച, പലപ്പോഴും കേവലം കാരക്കയും ഈത്തപ്പയും മാത്രമുള്ള സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയ, വളരെ ഇടുങ്ങിയ കുടുസമായ ചെറിയ ചുരുങ്ങിയ ഒരു വീട്ടിൽ കഴിഞ്ഞ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ധാരാളമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല, എന്നിട്ട് പോലെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദക്കയുടെ വിഷയത്തിൽ മാതൃകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ആവശ്യമില്ല. കുറെ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആളുകൾക്കാണ് സദക്ക നിർവഹിക്കേണ്ടത് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യു സദഖത്തി അഅലമു അജ്റ. റസൂലേ, സദക്കയിൽ തന്നെ ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന സദക്ക ഏതാണ്? അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണല്ലോ, നമ്മൾ സദക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻത സദ്ദക വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ. നീ ആരോഗ്യവാനായിരിക്കെ, നീ നിന്റെ ദാരിദ്ര്യത്തെ പേടിച്ച് ഇങ്ങനെ വളരെ പിശുക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്റെ പൈസയെ ചെലവാക്കുന്ന അത്തരം സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ, അള്ളാഹിന്റെ മാർഗത്തിലല്ല എന്ന് കരുതി ഒന്നും നോക്കാതെ, ആ തന്റെ പ്രയാസവും ഞെരുക്കവും ഒന്നും നോക്കാതെ ദാനധർമ്മം ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ഒരു സമയമുണ്ടല്ലോ, ആ അവസരത്തിൽ നീ ചെയ്യുന്ന സദഖക്കാണ് ഏറ്റവും പ്രതിഫലമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ നല്ല എല്ലാ അർത്ഥത്തിലുള്ള സമൃദ്ധിയും ആ ഒരു ക്ഷേമവും ഒക്കെ ഉള്ള കാലത്ത് കൊടുക്കുന്നതിനേക്കാളും സാമ്പത്തിക പ്രതിസന്ധികൾ ഞെരുക്കമുള്ള സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്, ഈമാനികമായ ഒരു ചൈതന്യം അതിനുണ്ട് എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി സദക്ക നൽകാൻ നമ്മളിൽ അധികം ആളുകൾക്കുള്ള പ്രയാസം എന്താണ്? ഇത് തീർന്നു പോകും, പൈസ കുറയുന്നുള്ള ഒരു ബേജാർ തന്നെയാണ്. അത് തന്നെയാണ് കൊടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. ആ വിഷയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഒരിക്കലും കളവ് പറയാത്ത, പറഞ്ഞത് സത്യം മാത്രമായി പുലർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? മാ നഖസത് സദഖതു മിൻ മാലിൻ. ഒരു സദക്കയും ഒരു സമ്പത്തിൽ നിന്ന് ഒന്നിനെയും കുറക്കുന്നില്ല എന്നാണ്. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അറബി ഭാഷ പഠിച്ച ആളുകൾക്ക് അറിയാം. നെക്കിറയായിട്ടാണ് പറഞ്ഞത്. മാ നഖസത് സദഖത്തിൻ, ഒരു സദക്കയും, എവിടെ നിന്ന് ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് കൊടുത്ത സദക്കയാവട്ടെ,
അത് എത്ര ചെറിയ തുകയായാലും വലുതായാലും അതിന്റെ പേരിൽ അവന്റെ സമ്പത്ത് കുറയുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ സമ്പത്ത് കുറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെ? പണ്ഡിതന്മാർ വളരെ മനോഹരമായിട്ട് 2 രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സമ്പത്ത് കുറയുന്നില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ? അതിന്റെ 2 രൂപം പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ സമ്പത്ത് നമ്മൾ സദഖ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ് സഹോദരന്മാരെ? ഞാൻ എൻ്റെ കീശയിൽ നിന്ന് 100 രൂപ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെ എൻ്റെ ഈ 100 രൂപ ദുനിയാവി എന്നുള്ള എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പരലോകം എന്ന അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുകയാണ്. ഏതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ബാങ്കിലിടാറുണ്ട്, നിക്ഷേപിക്കാറുണ്ട്. അപ്പൊ ആരൊക്കെ പറയാം എൻ്റെ പൈസ പോയി എന്ന് ആരെങ്കിലും പറയോ? എൻ്റെ ഇവിടെയുള്ള കയ്യിലുള്ള പൈസ പോക്കറ്റിലുള്ളത് അവിടെ ഞാൻ നിക്ഷേപിച്ചു, ഒന്നുകൂടി ഭദ്രമായി അത് സുരക്ഷിതമായി അവിടെ നിന്നു എന്ന് നമ്മൾ പറയുള്ളൂ. ഇതേ അവസ്ഥയാണ് സംഭവിക്കുന്നത് എന്നാണ്. അത് സത്യമാണ്. കാരണം പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടായിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സദക്കയും പോകുന്നത്. അള്ളാഹിന്റെ അടുക്കലേക്ക് എത്താണ്. പിന്നെ എങ്ങനെ കുറയാം? അള്ളാഹു ആവട്ടെ വലിയ രൂപത്തിൽ, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ പ്രകാരം വലിയ രീതിയിൽ അള്ളാഹു അതിനെ സ്വീകരിക്കുമെന്നാണ്. ഇരു കരവും നീട്ടി റബ്ബ് സ്വീകരിക്കുമെന്നാണ്. അപ്പൊ ഇവിടെ നഷ്ടം വരുന്നത് ഒന്നും കുറയുന്നില്ല. അപ്പൊ ആ ഒരു നിലക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യസന്ധമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ സലഫുകളായ ചില പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് കാണാം. അവരുടെ അടുക്കലേക്ക് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും സദക്കയുടെ വിഷയവുമായിട്ട് വന്നാൽ അവരെന്ത് പറയും? ഞങ്ങളുടെ ദുനിയാവെന്ന അക്കൗണ്ടിൽ നിന്നും പരലോകമെന്ന അക്കൗണ്ടിലേക്ക് സമ്പത്തിനെ നീക്കം ചെയ്യാൻ വന്ന നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുമെന്നാണ്. അഥവാ തങ്ങൾക്ക് കിട്ടിയ അവസരമായിട്ടാണ് ഈ സദക്ക ചോദിച്ചു വരുന്ന ആളുകളെ അവർ കണ്ടിരുന്നത് എന്നാണ്. ഇതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, നമ്മുടെ സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞാലും പ്രത്യക്ഷത്തിൽ കുറവായി തോന്നിയാലും പോക്കറ്റിലുള്ള തുക കുറഞ്ഞു പോയാലും മറ്റൊരവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്തായിട്ട് തന്നെ അതേ പൈസ ആയിട്ട് തന്നെ നമുക്ക് ഇരട്ടിയായി തരും എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ അനുഭവമാണ്. ഇത് നമ്മൾ കാണുന്ന കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്, അനുഭവമാണ്. കാരണം സ്വതക്ക കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരു പൈസക്കാരനും, ദീനിന്റെ പേരിൽ സ്വതക്ക കൊടുത്തിട്ട് ഒരു പൈസക്കാരനും പാപ്പരായിട്ടില്ല. അങ്ങനെ ആരും ഇതുവരെ വാദിച്ചു വന്നിട്ടുമില്ല. ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തതോടുകൂടി എന്റെ സമ്പത്തെല്ലാം ഇടിയാൻ തുടങ്ങി, നഷ്ടം വരാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് അധികരിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ആ പൈസ തന്നെ എന്ത് ചെയ്യും? ആ കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞാലും മറ്റു പല മാർഗേണ അത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ആ തിരിച്ചു കിട്ടുന്നതിന് ചിലപ്പോൾ അതേ പൈസ ആയിട്ട് കിട്ടും. അതല്ലെങ്കിലോ നമുക്ക് വരാനിരിക്കുന്ന വലിയ ഒരു ആപത്ത്, ഒരുപാട് പൈസ ചെലവാകുന്ന ഒരു ഹോസ്പിറ്റൽ കേസ്, ഇങ്ങനെയുള്ള പല സംഗതികളും അള്ളാഹു നമ്മളിൽ നിന്ന് നീക്കം ചെയ്യും. ആ സ്വതക്ക കൊടുത്തതിന്റെ ഫലമായിട്ട് ആ സമ്പത്ത് ചെലവഴിക്കുന്ന കുറെ പൈസ പോകുന്ന സാഹചര്യം ഇല്ലാതെയാവും. അപ്പൊ നമുക്കത് തിരിച്ചു കിട്ടാണ് ചെയ്തത്. കൊടുത്ത പൈസ അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചൊരിയും. ആ ബറക്കത്ത് വന്നതോടുകൂടി എത്ര കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾക്ക് അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുന്ന രൂപമായിട്ട് വരും. ഇങ്ങനെ എല്ലാ നിലക്കും നമുക്കത് ലാഭമായിട്ടേ പരിണമിക്കുകയുള്ളൂ. ഇഹത്തിലും പരത്തിലും എല്ലാം നമുക്ക് നന്മയായിട്ടേ മുതൽക്കൂട്ടായിട്ടേ വരികയുള്ളൂ. ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാർ കാണാൻ സാധിക്കും. അപ്പൊ ഒരു നിലക്ക് നമുക്കിതില്ല, കുറവ് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലായത്. അതുകൊണ്ട് സഹോദരന്മാരെ, സദഖയുടെ വിഷയത്തിൽ നല്ല ഒരു താല്പര്യം നമുക്കുണ്ടാവണം. ഓരോരുത്തർക്കും കഴിയുന്നത് എന്താണോ കഴിയുന്നത് അത് നിശ്ചയിക്കുക എന്നുള്ളതാണ്. വളരെ സങ്കടത്തോട് പറയട്ടെ, ചില പള്ളികളൊക്കെ, ചില മഹലിലൊക്കെ ഈ സദഖക്ക് വേണ്ടി, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പല പള്ളികളും പല മദ്രസകളും നമ്മുടെ ദീനിയായ പല സ്ഥാപനങ്ങളും നമ്മുടെ ജില്ലയിലൊക്കെ ഈ റമളാൻ മാസത്തിൽ മാത്രം കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് അത് തുടർന്നു പോകുന്നത്. കാരണം നമുക്ക് അത്തരത്തിലുള്ള വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശതകോടീശ്വരന്മാരായ ആളുകളൊന്നുമല്ല, മറിച്ച് പാവങ്ങളായ ആളുകളാണ്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ പലരുടെയും അടുക്കൽ പോയി ചോദിച്ചു വാങ്ങി ആ സദഖയിൽ നിന്ന് കിട്ടുന്ന തുക ഇങ്ങനെ ശേഖരിച്ച് എടുത്ത് വെച്ചിട്ടാണ് പല പരിപാടികളും നടക്കുന്നത്. നമ്മുടെ പല മദ്രസകളും കഴിഞ്ഞു പോകുന്നത്. കേവലം മദ്രസ കുട്ടികളുടെ 200 രൂപ ഫീസ് കൊണ്ടൊന്നും ആവില്ല. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ കമ്മിറ്റിയിലെ പല ഭാരവാഹികളും ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതിന്റെ പ്രയാസം അറിയുള്ളൂ. നമുക്കൊരു 100 രൂപ അവർ ചോദിച്ചു വരുമ്പോൾ കൊടുക്കാൻ മനസ്സിന് പ്രയാസമാകുമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിലൂടെ അവർക്കുള്ള പ്രയാസം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് 100 അല്ല 1000 അല്ല അതിന്റെ ഇരട്ടി കൊടുക്കാൻ തോന്നും.
അത്രയും പ്രയാസമുണ്ട് ഇത് കൊണ്ടടക്കാൻ. ഒരു 100 രൂപ ഞങ്ങളുടെ മദ്രസക്ക് ഇന്നയാൾ തന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമാണ്. അവരുടെ പോക്കറ്റിൽ ഇടാൻ അവസരം ലഭിച്ചു എന്നതിന്റെ പേരിലല്ല, അവരുടെ മക്കളെയും ഭാര്യമാരെയും പോറ്റാനുള്ള ഒരു 100 രൂപ കിട്ടി എന്ന സന്തോഷമല്ല, മറിച്ച് അള്ളാന്റെ ദീനിനെ കൊണ്ടു നടക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ് അവർക്കുള്ളത്. ആ ഒരു അർത്ഥത്തിലാണ് പലരും നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ അടുക്കലേക്ക് പിരിവിന് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു തന്നത്, പല പള്ളികളിൽ പല സ്ഥലത്തും ഈ പിരിവിന് ആളുകളെ വരുന്നവരെ കണ്ടാൽ അവർക്ക് ദേഷ്യമാണ്. എന്തോ വലിയൊരു പാപം ചെയ്ത പോലെയാണ് അവരെ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ പിരിവിന് വരുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞങ്ങളെ പള്ളിയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ പള്ളിയിൽ പിരിവൊന്നും ഇല്ലാത്തതിനെ വലിയ അഭിമാനമായിട്ട്, വലിയ ഒരു നന്മയായിട്ട് എടുത്തു പറയുന്ന ആളുകളെ കാണാൻ പറ്റും. അത് എന്ത് നന്മയാണ് അതിലുള്ളത്? ചില പള്ളികളിലൊക്കെ അങ്ങനെയാണ്. അവിടെ സത്യത്തിൽ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവിടെ പൈസക്ക് ഒരു കുറവുണ്ടാവില്ല. ഈ റമദാനിൽ പിരിക്കേണ്ട ഗതികേടൊന്നും അവിടെ ഉണ്ടാവില്ല, ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ എന്ത് ചെയ്യും? ഈ പിരിവിന് വേണ്ടി വരുന്ന ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛിച്ച് ആ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നത്? ഇതൊന്നും ഇവിടെ അനുവദിക്കൂല, ഞങ്ങളുടെ പള്ളിയിൽ അതിനുള്ള അവസരമൊന്നും ഇല്ല, ഇവിടെയുള്ള ആളുകൾക്ക് അതൊന്നും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു സദക്ക കൊടുക്കാൻ പറ്റുന്ന അവസരത്തെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പള്ളിയിൽ വന്ന് പിരിവിന് വരുമ്പോൾ ആളുകൾ കൊടുക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ ഈ കമ്മിറ്റിക്കാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആളുകൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും, കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. എനിക്കറിയാം, 30 ദിവസവും റമദാനിൽ എല്ലാ വക്തിനും കൊടുക്കുന്ന പള്ളിയുണ്ട്. തറാവിക്ക് ശേഷമൊക്കെ 30 ദിവസം പിരിവായാലും ഒരു പ്രയാസമില്ലാണ്ട് ഓരോ ദിവസം കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ട് ആ രീതിയിൽ മാതൃകയാക്കുന്ന ആളുകൾ നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ആളുകൾ തയ്യാറാണ് എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ഈ കമ്മിറ്റിക്കാർക്കൊക്കെ ചിലർ തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്, മൊത്തത്തിലുള്ള ചിലരുടെ അവസ്ഥ പറയുന്നത് എന്ന് മാത്രം. അവരുടെ ഒരു പേടിയാണ്, ആളുകൾ കുറഞ്ഞു പോകും, പിരിവുണ്ടായാൽ ആളുകൾ കുറയുന്നൊരു ബേജാറാണ്. അങ്ങനെ അതിന്റെ പേരിൽ അത്ര ഈമാനില്ലാത്ത ആളുകൾ കുറഞ്ഞോട്ടെ സഹോദരന്മാരെ, എന്താ പ്രശ്നമുള്ളത്? അതിലൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്നാണ് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ബേജാറായിട്ട് നമ്മൾ ആ അവസരത്തെ, ആ വരുന്ന ആളുകളുടെ അവസരത്തെ ഇല്ലാതാക്കി മാറ്റാൻ പാടില്ല. അവർ പിരിക്കട്ടെ, നമുക്ക് എന്താ തടസ്സമുള്ളതിൽ? അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കട്ടെ, അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകട്ടെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് പിരിവിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതിന്റെ അർത്ഥം എല്ലാ 5 വക്തിനും പിരിവ് നിർബന്ധിതരാക്കി അതിനെ അങ്ങനെ ഉണ്ടാക്കി ആളുകളെ പ്രയാസപ്പെടുത്തണം എന്നല്ല. എല്ലാ വക്തിനും നിർബന്ധമായിട്ട് ഇവിടെ പിരിവ് നടക്കണം എന്ന് തീരുമാനം കമ്മിറ്റിക്കാരെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ചില പ്രത്യേക സാഹചര്യത്തിൽ ആ രൂപത്തിൽ സാന്ദർഭികമായ ആളുകൾ വരുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇത് ഉള്ള തന്നെയാണ്, ഇത് സത്യസന്ധമാണെന്ന് പരിശോധിക്കണം. അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലേക്ക് അങ്ങനെ പല ഇല്ലാത്ത കള്ളത്തരങ്ങളുമായി പലരും കടന്നു വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമുക്ക് സത്യസന്ധമാണ്, ഇത് ഉള്ളതാണ് എന്ന് ഉറപ്പായാൽ നമ്മൾ അവസരം കൊടുക്കണം. അതിന്റെ പേരിൽ അവരെ നമ്മൾ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ആ അവസരത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, കഴിവിന്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മൾ ഈ സദക്കയുടെ വിഷയത്തിൽ മുന്നേറണം എന്നുള്ളതാണ്. സദക്കയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു ബുർഹാനുൻ, സദക്ക തെളിവാണ് എന്നാണ് പറഞ്ഞത്. ബുർഹാൻ എന്ന് പറഞ്ഞു. സദക്ക ബുർഹാൻ, തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒരാൾ സദക്ക കൊടുക്കുന്നതിലൂടെ ആ മനുഷ്യന്റെ ഈമാനിനെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈമാനുള്ള മനുഷ്യനിക്ക് നല്ല രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് സദക്ക കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഈമാനുള്ള മനുഷ്യന്മാർക്കും വീണ്ടും വീണ്ടും ആളുകൾ വരുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല, കൊടുക്കാൻ ഒരു മടി ഉണ്ടാവില്ല. അവർ വീണ്ടും വീണ്ടും കൊടുക്കും. കാരണം അള്ളാന്റെ മാർഗത്തിലാണ്, തിരിച്ചു കിട്ടുന്നതാണെന്ന ഒരു ബോധം അവർക്കുണ്ടാവും. അങ്ങനെ അവന്റെ ഈമാനിനെ ബോധ്യപ്പെടുത്തുന്ന രംഗമാണ് സദക്കയിലൂടെ സംഭവിക്കുന്നത് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദക്കക്ക് ബുർഹാൻ, തെളിവെന്ന് പറഞ്ഞത്. സദക്ക എന്ന വാക്ക് അത് വരുന്നത് സദക്ക എന്നുള്ള ഒരു ക്രിയയിൽ നിന്നാണ്. സദക്ക എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞതാണ്. സദഖല്ലാഹ് എന്ന് പറയും, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന നിഷ്പന്നമായി വരുന്നത് ഒരു പദമാണ് സദഖത്ത് എന്നുള്ളത്. സിദ്ഖ് എന്ന് പറയും, സത്യസന്ധത എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സദഖക്ക് സദഖ എന്നുള്ള ആ പേര് വരാൻ തന്നെ കാരണം അത് നൽകുന്നതിലൂടെ ആ വ്യക്തിയുടെ സത്യസന്ധതയാണ് ബോധ്യപ്പെടുന്നത്. ഈ നിലക്കാണ് ആ പേര് തന്നെ അതിന് വന്നത് എന്ന് പണ്ഡിതന്മാർ ഭാഷാപരമായിട്ട് വിശദീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രൂപത്തിൽ ഒരു താല്പര്യം പിരിവിന്റെ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ നമ്മുടെ സദക്ക നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പള്ളിയെക്കുറിച്ചും അറിയാൻ സാധിച്ചത് നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം വരുമാനമില്ലാതെ റമദാനിന്റെയൊക്കെ പിരിവുകളിലൂടെ ആ നിലക്കാണ് കാര്യമായിട്ട് ഇവിടുത്തെ ചെലവുകൾ കഴിഞ്ഞു പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ അവസരങ്ങളെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? കഴിവിന്റെ പരമാവധി ഓരോരുത്തർക്കും എന്താണോ സാധിക്കുന്നത് ആ സാധിക്കുന്ന രൂപത്തിൽ കഴിവിന്റെ പരമാവധി നൽകി നമുക്കുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി എൻ്റെ പൈസ പോയി എന്ന് ചിന്തിക്കാതെ ഇതെനിക്ക് കിട്ടിയതാണ്, അവശേഷിക്കുന്നതാണ്
എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, സംഭാവനകൾ അർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് അത്തരം സൽപ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ നല്ല രീതിയിൽ, നല്ല കൃത്യതയോടുകൂടിയും തിരിച്ചറിവോടുകൂടിയും നല്ല പ്ലാനിങ്ങോടുകൂടിയും ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ കഴിഞ്ഞതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ആ രൂപത്തിൽ റമദാനിലൂടെ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവനായി മരണം വരെ അത് തുടർത്തിക്കൊണ്ടുപോയി ജീവിക്കുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രബോധകന്മാർ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എളുപ്പത്തിലൂടെ ആ കടങ്ങളെ തിരിച്ചു കൊടുക്കാനുള്ള അവസ്ഥകൾ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും ഈ റമദാനിന്റെ നാളുകളിൽ പോലും രോഗം മൂലം പള്ളിയിൽ വരാനൊന്നും ക്ലാസ്സുകൾ കേൾക്കാനൊന്നും കഴിയാതെ സങ്കടപ്പെടുന്ന ആളുകളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ നിയ്യത്തിലുള്ള പരിപൂർണമായ പ്രതിഫലം രേഖപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.